ഹലോ, ഇന്നെങ്ങനെയാണ് ഹെൽത്തി കിൻവ പുലാവ് ഉണ്ടാക്കുന്നത് നോക്കാം. കിൻവ നന്നായിട്ട് കഴുകണം. ഒരു 4-5 വട്ടം ഒരുപാട് വെള്ളം ഒഴിച്ച് അതിൻ്റെ തവിടെല്ലാം പോകുന്നത് വരെ കഴുകി വെള്ളം തെളിഞ്ഞ് വരുന്ന രീതിയിൽ ആകണം. അതുവരെ കഴുകണം, അല്ലെങ്കിൽ അത് കയ്ക്കും. അപ്പോൾ കയ്പ്പെല്ലാം മാറാൻ വേണ്ടി നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 ഗ്ലാസ് കിൻവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ സ്റ്റൗ ടോപ്പിലാണ് ഞാൻ വേവിക്കുന്നത്. അതുകൊണ്ട് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തീ നന്നായിട്ട് കൂട്ടി വെച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ സിമ്മിലാക്കി കൊടുത്ത് വേവിക്കണം. അതിനൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെ എടുക്കും. ഇതുപോലെ വെള്ളം ഫുള്ള് വറ്റി വരുമ്പോൾ നന്നായിട്ട് കിൻവ വെന്ത് കഴിഞ്ഞു. അങ്ങനെ ഈ പരുവത്തിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾ പുലാവ് ആണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യണം. ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ്, ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ, പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും, ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി വേണം, ടൊമാറ്റോ വേണം, പിന്നെ കുറച്ച് കാഷ്യൂസും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ പാനിൽ ബട്ടർ ഒഴിച്ചു. ബട്ടർ ഇട്ടിട്ട് പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ ബേ ലീഫ് എല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ട്സ് ജസ്റ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കണം. കാഷ്യൂ നട്ട്സ് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഗ്രീൻ ചില്ലി, പച്ചമുളകും, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ പച്ചവാസനയൊക്കെ മാറിയതിന് ശേഷം തക്കാളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്യാരറ്റും ഗ്രീൻ പീസും സ്വീറ്റ് കോണുമാണ്. വേറെ ബീൻസ്, അതുമാതിരി ബെൽ പെപ്പർ ഒക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം. കോളിഫ്ലവർ ഒക്കെ യൂസ് ചെയ്യാം. എല്ലാ വെജിറ്റബിൾസ്, ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. നന്നായിട്ട് വെന്തതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കൊറിയാണ്ടർ പൗഡർ, റെഡ് ചില്ലി പൗഡർ, ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പുലാവ് മസാല ഉണ്ടെങ്കിൽ ഗരം മസാലയ്ക്ക് പകരം പുലാവ് മസാലയും യൂസ് ചെയ്യാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കിൻവയും ഇട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പിന്നെ കുറച്ച് ഹാഫ് ലെമൺ ജ്യൂസും ഒഴിച്ചു കഴിഞ്ഞാൽ കിൻവ പുലാവ് റെഡി. ഞാൻ ഓനിയൻ ടൊമാറ്റോ റൈത്തയോടൊപ്പമാണ് കിൻവ പുലാവ് സെർവ് ചെയ്തത്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് പറയണേ. താങ്ക് യു.